ഹായ് മക്കളെ, അനുഭവ് സാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡേ 14 ആണ്. നമ്മുടെ 100 ക്വസ്റ്റ്യൻ 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ 14-ാമത്തെ ദിവസം. 14-ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ 70-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. 70 ക്വസ്റ്റ്യൻസ് ഇന്നത്തോടു കൂടി എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഓരോ ദിവസവും നമ്മൾ പരീക്ഷയ്ക്ക് എടുക്കുകയാണ്. ആ ഓരോ ദിവസവും നമ്മൾ 100 ക്വസ്റ്റ്യനിലേക്കും എടുക്കുകയാണ്. അപ്പോൾ 100 ചോദ്യം നമ്മുടെ കയ്യിലാവുമ്പോൾ നമ്മൾ എന്താടാ, നമ്മൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആയിട്ട് മാറും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഷുവർ A+ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള എലവേഷൻ, അതായത് മേൽക്കോണ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യം എങ്ങനെയാണ്, എ മാൻ സ്റ്റാൻഡിങ് 80 മീറ്റർ അവേ ഫ്രം എ ടവർ sees the top of the tower at an elevation of 45 degree and a man in the opposite direction sees it at an elevation of 50. Draw a rough figure. What is the height of the tower? What is the distance between the persons? ഒരു ടവറിന്റെ ചുവട്ടിൽ നിന്നും 80 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ ടവറിന്റെ മുകളറ്റം കാണുന്നത് 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എതിർദിശയിൽ നിൽക്കുന്ന മറ്റൊരാൾ ടവറിന്റെ മുകളറ്റം 50 മേൽക്കോണിൽ കാണുന്നു. ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ടവറിന്റെ ഉയരം എത്ര, ആളുകൾ തമ്മിലുള്ള അകലം എത്ര. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ സൈൻ്റെ വില, കോസിൻ്റെ വില, ടാൻ്റെ വില തന്നിട്ടുണ്ട്. 50ൻ്റെ വില മാത്രമേ തന്നിട്ടുള്ളൂ, 45ൻ്റെ വില തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് 45ൻ്റെ വില തരാത്തത്? 45ൻ്റെ വില തരാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45ൻ്റെ വില നമ്മൾ പഠിക്കണം, നമുക്കറിയണം. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണടാ, നമ്മൾ ഇതിൻ്റെ എന്ത് വരയ്ക്കണം, ചിത്രം വരയ്ക്കണം. ഫസ്റ്റ് എന്താണ് ചിത്രം, അതായത് ഒരു ടവർ H 80 മീറ്റർ അകലെ 45 ഡിഗ്രി, 80 മീറ്റർ. ഇനി 50 മീറ്ററിൽ നിന്ന് അത് വരയ്ക്കുമ്പോൾ 50 ഡിഗ്രി. അപ്പോൾ H കാണും. ഇതാണ് A ക്വസ്റ്റ്യൻ. B ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ H കാണണം. H കാണാൻ ട്രയാങ്കിൾ, എന്ത് ട്രയാങ്കിളാണ് നോക്കുക. 45 90 ട്രയാങ്കിൾ അല്ലേ. 45 90 അല്ലേ. 45 90 ആണെങ്കിൽ എന്തായിരുന്നു, 45 90 1:1:√2. 1:1:√2. 45 90 ആണെങ്കിൽ 1:1:√2. ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ് 80 ആണെങ്കിൽ, 45ൻ്റെ ഓപ്പോസിറ്റ് 80 ആണെങ്കിൽ മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റ് എത്ര തന്നെയായിരിക്കും, 80 തന്നെയായിരിക്കും. അപ്പോൾ H എത്ര കിട്ടി, 80 എന്ന് കിട്ടി. എത്ര കിട്ടി, 80 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഉയരം കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താടാ, അടുത്ത ചോദ്യം ആളുകൾ തമ്മിലുള്ള അകലം എത്ര എന്നാണ്. അപ്പോൾ ആളുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരാൾ ഇവിടെയാള് അല്ലേ, ഒരാൾ ഇവിടെയാള്. ഇവർ തമ്മിലുള്ള അകലം കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് കൂടി കാണണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതൊരു ഇതയച്ചാൽ ഈ ഡിസ്റ്റൻസ് കൂടി കിട്ടണം. ആ ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആക്കി എടുത്താൽ നോക്കി നോക്ക്, 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് H. നമുക്ക് കാണേണ്ട അതിൻ്റെ അഡ്ജസൻ്റ് ആണ്, അതായത് എതിർവശം തന്നിട്ടുണ്ട്, സമീപവശം കാണണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താടാ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ C = നമ്മൾ tan 50 സമം എങ്ങനെ വരും, H/x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ X ആണ് കാണേണ്ടതെങ്കിൽ H/tan 50 എന്ന് വരും. H നമുക്ക് എത്ര കിട്ടി, 80 കിട്ടി. tan 50 എത്രയാടാ, 1.2. അപ്പോൾ 1.2 80/1.2. അപ്പോൾ ആൻസർ എത്രയാ, 80/1.2. അടിച്ചു നോക്ക്. 800നെ 12 കൊണ്ട് അടിക്കാം. 800നെ 12 അടിച്ചാൽ 12 7 84. 12 7 84 എന്ന് പറഞ്ഞാൽ 12 6 72 8 വീണ്ടും 9 6 12 6 72 പോയിൻറ്റ് എത്ര വരിടാ, 8 വരും. 0.80 വീണ്ടും 6. അപ്പോൾ ആൻസർ വരിക 66.6 മീറ്റർ. ആ എക്സ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ 80 പ്ലസ് എത്ര വരും, 66.6 146.6 മീറ്റർ. ആൻസർ എത്രയാണ്, 146.6 മീറ്റർ എന്ന് കിട്ടും. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണെന്നല്ലടാ. അടുത്തലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം കോർഡിനേറ്റ്സിൻ്റെ ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ C30 is the center of the circle. ചിത്രത്തിൽ 30 വൃത്തകേന്ദ്രമാണ്. റേഡിയസ് 5 യൂണിറ്റ്, ആരം 5 യൂണിറ്റ് ആണ്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ദാറ്റ് സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ്. വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുവിൻ്റെ
സൂചക സംഖ്യ ഏത്? പിയുടെ സൂചക സംഖ്യ ഏത്? എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്നതും വേണം, എന്തും വേണടാ 3, 5, 8. ഓക്കെ, എത്ര വരും? പിനെ മുറിച്ച് കിടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ കാണും. ഓക്കെ, അപ്പം നോക്കിക്കോളൂ എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഇവിടെ ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിച്ചോ മതി. ആരം 5 ആണ്. ആരം 5 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് 5 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തും 5 ആണ്. ഓക്കെ, അപ്പോൾ സിയിൽ നിന്ന് എക്സിനെ മുറിച്ച് കിടക്കുന്ന ഒരു പോയിന്റ് ഇതും ഒരു പോയിന്റ് ഇതുമാണ് എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 3നോട് 5 കൂട്ടിയാൽ എത്രയായി? 8 ആയി. അപ്പോൾ ഒരു പോയിന്റ് വരിക 8.0. 3 5 കുറച്ചാൽ എത്രയാ? -2. അപ്പം -2.0. 2 പോയിന്റ് കിട്ടി. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചെന്താടാ? ഇതിൻ്റെ എന്താണ് ചോദിച്ചത്? ഇതിൻ്റെ പിയുടെ സൂചക സംഖ്യ ഏത് എന്നാണ്. പിയിൽ എന്തായാലും എക്സ് എന്താണ്? 0 ആണ്. ഈ y കാണാൻ എന്താ പരിപാടി? ഇത് 3, ഇത് ടോട്ടൽ 5. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടും എത്രയാണ്? 3 ആണ്. ഇത് 3 ആണ്. ഇത് 3 ആണെങ്കിൽ ഇതെത്രയാണ്? ആരം 5 ആണ്. അപ്പോൾ ഇതെത്ര കിട്ടും? അതാണേ നോക്കണ്ടത്. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ശ്രദ്ധിക്കുക. അതായത് ഞാൻ വേറെ മഷി കൊണ്ട് കാണിച്ചുതരാം. ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ ഇത് 5 ആരല്ലേ? ഇനി താഴത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പോൾ ഈ OP കാണാൻ OP = പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? √5² - 3². അപ്പോൾ √25 - 9 √16 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 4 എന്ന് കിട്ടും. അപ്പോൾ മോളോട്ട് 4. എക്സ് 0 ആയതുകൊണ്ട് 0,4 എന്ന് പറയുന്നതാണ് പിയുടെ സൂചക. പിയുടെ സൂചക സംഖ്യ എന്താണ്? 0,4. കൃത്യമായി വേണം. ഞാൻ ഒന്നുകൂടി വരച്ച് കാണിക്കണം മക്കളെ. അതായത് അതിങ്ങനെ വരുമ്പോൾ പോയിൻ്റാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഡിസ്റ്റൻസിൽ ഇതാരം 5, റേഡിയസ് 5 ആണല്ലോ. ഇത് 3 ആണെന്ന് പറഞ്ഞേക്ക്, ഇത് 3 ആണെന്ന് പറഞ്ഞേക്ക്. അത് കാരണം അവിടെ വരുന്ന പോയിന്റ് 3, 0. 3, 5 ആണ്. ഇതെത്രയായി? 4 ആയി. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ എക്സ് 0 ആയതുകൊണ്ട് 0,4. ഇങ്ങനെയാണേ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളാണേ. അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് QB ഈസ് എ ടാൻജന്റ്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് QB ഈസ് എ ടാൻജന്റ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, QB തൊടുവരയാണ്. OQ 8 സെൻറ്റിമീറ്റർ. കോൺ OQB = 30. കോൺ OQB 30. കോൺ OBQ എത്ര? കോൺ OBQ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. OBക്ക് 90 ആയിരിക്കും എപ്പോഴും. കാരണം എന്താ? അത് തൊടുവരയും ആരവും തമ്മിലുണ്ടാക്കുന്ന കോൺ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി വൃത്തത്തിൻ്റെ ആരം എന്ത്? ആരം ഇതാണ് കാണേണ്ടത്. അപ്പോൾ 90 ഡിഗ്രി 30, 60, 90 വരുന്ന എന്താണിത്? ഒരു മട്ടത്രികോണല്ലേ? 30, 60, 90 വരുന്ന മട്ടത്രികോണം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമ്മുടെ റേഷ്യോ വരുന്നത് 1:√3:2 ആണ്. നമ്മുടെ റേഷ്യോ എന്താണ് വരുന്നത്? 1:√3:2 ആണ്. ഇതിൽ 2ന് നേരെ ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 1ന് നേരെ ഓപ്പോസിറ്റ് 4 ആയിരിക്കും. 30 ഓപ്പോസിറ്റ് ഇവിടെ 4. റേഡിയസ് എത്ര കിട്ടി? 4 കിട്ടി. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ്? ടാൻജന്റിന്റെ ലെങ്ത് കാണും. ക്യൂബിന്റെ ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല. ഇത് 60 ഓപ്പോസിറ്റ് അല്ലേ? 60 ഓപ്പോസിറ്റാ. 4√3. സിമ്പിൾ. അതായത് നമ്മുടെ ടാൻജന്റും ഏത് ചാപ്റ്ററും ട്രിഗ്നോമെട്രിയും കൂടി കണക്ട് ചെയ്തുള്ള ചോദ്യം. 30, 60, 90 ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഫോം വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് 4ാമത്തെ ചോദ്യം. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 7 മോർ ദാൻ ദാറ്റ് നമ്പർ ഈസ് 228. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഒരു സംഖ്യയുടെയും അതിനോട് 7 കൂട്ടിയ സംഖ്യയുടെയും ഗുണനഫലം 228 സംഖ്യകൾ ഏത്? അപ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് x + 7 ഈസ് ഈക്വൽ ടു 228. ദാറ്റ് ഈസ് x² + 7x ഈസ് ഈക്വൽ ടു 228. 228 ഇങ്ങോട്ട് വരുമ്പോൾ x² + 7x - 228 ഈസ് ഈക്വൽ ടു എന്തായി? 0 ആയി. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുക നമ്മൾ? -b + or - അപ്പോൾ a = 1, b = 7, c = -228. b² - 4ac കാണാം. അപ്പോൾ 7² - 4 × 1 × -228. അപ്പോൾ 49 + 8 × 4 = 32. 4 × 2 = 8 × 3 = 11. 912. 49 എത്രയാ? 961. 961 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? 961
9 2 11 അല്ലേ? 961 റൂട്ട് ഏതാ? 31 ആയിരിക്കും അല്ലേ? 31 × 31 1 3 3 9 961 റെഡിയാ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് 961 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -b ± റൂട്ട് b² - 4ac / 2a അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു -b ± റൂട്ട് b² - 4ac / 2a അല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്താടാ? -b -7 ± റൂട്ട് 961/2 ദാറ്റ് ഈസ് -7 ± 31/2. അപ്പോൾ എക്സിൻ്റെ വില -7 + 31/2 ഓർ എക്സ് ഈസ് ഈക്വൽ ടു -7 - 31/2. അപ്പോൾ എക്സിൻ്റെ വില 24/2 12 ഓർ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? -7 -3 -38 അപ്പോൾ -19 എന്ന് വരും. -19. ഓക്കെ. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 12ഉം 19 അല്ലേ? -19 ഒന്നെങ്കിൽ 12 19 ഒരു പേർ, അല്ലെങ്കിൽ -19 -12 ഏത് വേണേ പേർ. അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മുടെ ഏത് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രിയും പോളിനോമിയൽസും കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രിയും പോളിനോമിയലും കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനടാ പഠിക്കണം. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ 2 chords AB and CD intersect at P. PA equal to 16 cm, PB equal to 6 cm. The length of PD is 4 cm more than that of PC. What is the length of CD? ചിത്രത്തിൽ ABCD എന്നീ ഞാണുകൾ പിയിൽ കൂട്ടിമുട്ടുന്നു. PA 16, PB 6. PDയുടെ നീളം PC-യേക്കാൾ 4 കൂടുതൽ. അപ്പോൾ PC x ആണ്, ഇതെന്താ x + 4. അപ്പോൾ വീണ്ടും എന്ത് വന്നടാ? പോളിനോമിയൽസ് കയറി വന്ന് ദാറ്റ് ഈസ് x × x + 4 = 16 × 6. ദാറ്റ് ഈസ് x² + 4x = 96. ഇവിടെ എന്ത് ചെയ്താൽ മതി? രണ്ടാം കൃതിയുടെ വർഗ്ഗത്തുക ചെയ്താൽ മതി. x² + 4x + 4 = 100 എന്ന് വരും. എവിടുന്ന 4 100 വായന്ന്? എടാ വർഗ്ഗത്തിവ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ വർഗ്ഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ 4x-ന്റെ പകുതി 4-ന്റെ പകുതി 2, 2-ന്റെ സ്ക്വയർ 4, 4 രണ്ട് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് +4ഉം 96 + 4 മറ്റേതെന്താവും? 100ഉമായിട്ട് മാറും. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇത് x + 2 ഹോൾ സ്ക്വയർ = 10² എന്നായി. അപ്പോൾ x + 2ന്റെ വില 10 ആണെങ്കിൽ എക്സിന്റെ വില 10 - 2 x = 8. അപ്പം വരിക 8ഉം 12ഉം. അപ്പോൾ സംഖ്യകൾ x = 8 ആണ്. അപ്പോൾ x + 4 = 12 ആണ്. ഇങ്ങനെയാണ് ഫോം ചെയ്യുക. അപ്പോൾ മക്കളെ ഇന്നത്തെ നമ്മുടെ 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 70 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RMS ബാച്ച് എത്രയും പെട്ടെന്ന് ഇനിയും അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക? അഡ്മിഷൻ ചെയ്യുക. കാരണം എന്താടാ? നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ വേണം, കൂടുതൽ ക്ലാസ്സുകൾ വേണം, കൂടുതൽ കാര്യങ്ങൾ വേണം. ഇതൊക്കെ എവിടെ ഉണ്ട്? നമ്മുടെ RMS ബാച്ചിൻ്റെ അകത്തുണ്ട്. അപ്പോൾ RMS ബാച്ചിൻ്റെ അകത്ത് എത്രയും പെട്ടെന്ന് ഇതാണ് നമ്മുടെ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ വിളിച്ചന്വേഷിക്കേണ്ട ആ 2 നമ്പറുകൾ ഇതാണ്. ആ 2 നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. ഓക്കെ. അപ്പോൾ മക്കളെ ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ. ഇന്ന് ഇത് മതി. ഇത്രയും കാര്യം പഠിക്കുക. ഓരോ ദിവസവും 5 ക്വസ്റ്റ്യൻ നമ്മൾ 14 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നാളെ തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 15ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. 15ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ക്വസ്റ്റ്യൻസ് നമ്മൾ 4ൽ 3 ഭാഗം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വരിക മക്കളെ. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ.